ഇതേ എന്താ അതല്ല, നമ്മളവിടെ പോയപ്പോഴേ ആദ്യമായിട്ട് ഈ പെറ്റിനെ കണ്ടപ്പോ ഉനക്ക് എന്താ തോന്നിയത്? ആദ്യമായിട്ട് പെറ്റിനെ കണ്ടപ്പോഴേക്ക് വേണമെന്ന് തോന്നി. അതല്ല, വേണം തോന്നുമ്പോ ഇവനെ കാണുമ്പോ എന്ത് പോയിട്ട് തോന്നിയത് പെട്ടെന്ന്? അതൊരു പഞ്ഞിക്കെട്ടാണ് കിടക്കുന്ന പോലെ തോന്നി. അപ്പൊ നിന്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? എന്താ സാധനം? അപ്പൊ അവനെ മേടിക്കാനുള്ള തോന്നിയോ? ഞാൻ ആദ്യം എടുത്തു നോക്കി. അപ്പൊ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ക്യൂട്ട് ആയിരുന്നു. ആ സമയത്ത് നമ്മുടെ പൈസ ഇല്ലെങ്കിൽ എന്താ നമ്മള് കേട്ടാ? എനിക്ക് സങ്കടാവില്ലേ? പക്ഷെ നമ്മള് മേടിച്ചപ്പോ സന്തോഷായില്ലേ? അപ്പൊ അവനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുത്തന്ന, എന്റെ പെറ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്ത. അത് എടുക്കണകാടി മുന്നേ ഈ പെറ്റിനെ നീ ഇതിന് മുന്നേ എവിടെ വെച്ചിട്ടാ കണ്ടിട്ടുള്ളത്? ഏതൊരു യൂട്യൂബ് ചാനലില് ആരോ കണ്ടിട്ടല്ലേ ഇത് മേടിച്ചത്, ഇഷ്ടപ്പെട്ടത്? ആരോ ചാനലാ? അതല്ലേ? വികൃതിയാണോ? നമ്മുടെ ചിക്കു ഉണ്ടല്ലോ, ചിക്കുവിന് ഭയങ്കര ഇഷ്ട അല്ലേ? ചിക്കു എപ്പോഴും നമ്മളെ സച്ചുന്റെ പെറ്റിനെ നോക്കി. സച്ചുന്റെ മാത്രല്ല, ചിക്കുവിന്റെ ആണല്ലേ? ആരെ പെറ്റാണത്? ഒറ്റയ്ക്കോ? ചിക്കുവിന്റെ ഏട്ടടി അല്ലേ? അപ്പൊ ഏട്ട കാണിച്ചത് നോട്ടെ. ഞാൻ അച്ഛൻ വീഡിയോ നടക്കട്ടെ കേട്ടാ. ഏത് സമയാണ് വികൃതിയാണ് അല്ലേ? നിലത്ത് വെച്ചോക്കെ, അപ്പളാണ് ഓടി കളിക്കണം. എന്റെ പരിപാടി ഇവിടെ ഒരു വാതിൽ ഉണ്ടാക്കിയിരുന്നു, പിന്നെ ഇവിടെ ഒരു ചാനലുണ്ട്. ഇത് കൂടെ കേറിയിട്ട് ഇത് കൂടെ വന്ന് കളിക്കും. പരിപാടി അല്ലേ? പിന്നെ ചിക്കുവിന്റെ കുറച്ച് പരിപാടികളുണ്ട്. ഓട്ടെ, അച്ഛക്ക് കാണിച്ചു തരും. നമ്മളൊരു ക്യാരറ്റ് കൊടുത്തായിരുന്നു. ക്യാരറ്റ് കൊടുത്തപ്പോ എന്താ കാട്ടി? ക്യാരറ്റ് എടുത്തപ്പോ ഇവന്റെ വായിൽ കൊറേ ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫുഡൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ഈ ക്യാരറ്റ് കഴിക്കാൻ പോയി. അപ്പൊ ഈ നമ്മള് ഇതിന് എന്ത് ഫുഡാ കൊടുക്കുന്നുണ്ടായിരുന്നത്? ക്യാറ്റ് ഫുഡ് അല്ലേ കൊടുക്കണ്ടായിരുന്നത്? അപ്പൊ ഇത് ചെറിയ ഫുഡല്ലേ? അപ്പൊ അതൊക്കെ അവന്റെ വായിൽ സ്റ്റോർ ചെയ്ത് വെക്കും. കഴിക്കില്ലേ? അപ്പൊ അത് കുറച്ച് എന്താ സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് അവന് വേണ്ടപ്പോ കഴിക്കും. അങ്ങനെയാണല്ലേ? അപ്പൊ ക്യാരറ്റ് കൊടുത്ത സമയത്ത് ആ എന്താ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ഈ ക്യാരറ്റ് കഴിച്ചു. അതല്ലേ? വികൃതിയാണ്. ചിക്കൻ അതായത് കളിപ്പിക്കുന്നത്. നമ്മളവിടെ കാണുമ്പോ രക്ഷപ്പെട്ട് ഓടുക. നോട്ടെ, അവനൊന്ന് കാണിക്കരുത്. നോട്ടെ, നോട്ടെ, കയ്യിൽ വെക്കൂ, കയ്യിൽ വെക്കൂ. ക്യൂട്ട് ബേബി അല്ലേ? ഇക്കുന് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? അയ്യോ, നമ്മൾക്ക് എന്തെങ്കിലും വേച്ചാൻ പോയിട്ട് വന്നതള്ളൂ. അപ്പോഴാണ് ഇതിനെ കണ്ട്. അപ്പോഴല്ലേ ഇതിനെ ഒന്ന് മേടിക്കാൻ പോയി. മേടിച്ചിട്ടൊന്നുമില്ല, മേടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്? അതാ പൈസ കൊടുത്തിട്ട്. പൈസ കൊടുത്തിട്ടാ കൊടുക്കുന്നത് അല്ലേ? പൈസ കൊടുക്കാതെ നമുക്ക് തരില്ലല്ലോ. ആരതിനെ ആദ്യം കണ്ടേ? ഞാന്. ഇവ വികൃതിയാണോ ഇക്കു? പിന്നെ മേത്തേക്ക് കേറുണ്ടല്ലോ. ഇങ്ങനെ തന്നെ അല്ലേ? ഇവന് ഉറക്കൊന്നുമില്ലേ? ഉറക്കൊക്കെ ഉണ്ടോ?
ഇവന്റെ കൂടെ ഒന്ന് ചിക്കു പരിചയപ്പെടുത്തി തന്നാലോ? നോക്ക് കൂടാണ് ഇത്. ഇവന്റെ വീട് അല്ലേ? നമ്മള് ഇതിനെ ഇട്ട് വെക്കാറുതാ ഇത്രയും ചെറിയ ഒരു പാത്രത്തില് അല്ലേ? ഇവനെ ഉറങ്ങുമ്പോ മാത്രം ഒതുക്കിയിരിക്കുള്ളൂ, പുള്ളിക്ക് നടന്നുകൊണ്ടേയിരിക്കും. അല്ല സച്ചു, ഞാനൊരു സംശയം ചോദിക്കട്ടെ. അപ്പൊ നമ്മള് മറ്റേ ഇതില് കൊറേ പഞ്ഞിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതെന്തിനാ അങ്ങനെ ഇട്ടിട്ടുള്ളത്? അത് അതിന് ചൂടാ വേണ്ടത്, പിന്നെ അതിന് ചൂടെടുക്കാനും ഒളിച്ചിരിക്കാനൊക്കെ. അതെല്ലേ? വേണമെങ്കിൽ മരപ്പൊടിയൊക്കെ ഇടാം. അപ്പൊ നമ്മള് ഇതിന് വെള്ളം കൊടുക്കാൻ വേണ്ടിട്ട് ബോട്ടിൽ മേടിച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ സിസ്റ്റം എങ്ങനെയാ? ഇതിന് വേണമെങ്കിൽ ഇതില് പോയിട്ട് നക്കും, അപ്പൊ ഇതില് തൊടുമ്പോ വെള്ളം വരും അല്ലേ? പക്ഷെ ഇതിനെ കുളിപ്പിക്കാൻ പാടില്ല. സത്യത്തിൽ അച്ഛന് ഇതിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഇല്ല. ഇവനാണ് ഇതിന്റെ യൂട്യൂബിൽ കണ്ട ഓരോ പരിപാടിയും ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചല്ലേ? ചിക്കു, നിനക്ക് ഉറക്കൊന്നുമില്ലേടി? അപ്പൊ നമുക്ക് ഇതിന്റെ വികൃതികളൊക്കെ നമുക്കൊരു വീഡിയോ കാണിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ അവന് ചിക്കുവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാ മതി അല്ലേ? എന്നാ ആ ആംസ്റ്ററിനെ ഏട്ടന്റെ അടുത്ത് കൊടുക്കൂ, ഏട്ട അതിനെ ഉറക്കട്ടെ. എങ്ങനെ നോക്കും? എങ്ങനെ പാട്ട് പാടിട്ട് ഉറക്ക? എങ്ങനെ പാട്ടില്ല? ഇതിന് ഞെക്കല്ലോ, സോഫ്റ്റ് ആയിട്ട് പിടിക്കല്ലേ അല്ലേ? സംഭവം സോഫ്റ്റ് ആയിട്ട് തന്നെ പിടിക്കുന്നത്. ഞാൻ ഏട്ടൻ്റെ അടുത്ത് കൊടുക്കൂ, ഏട്ടൻ്റെ അടുത്ത് കൊടുക്കൂ. പാവം. ഇക്രു, ഇവനെ നമുക്ക് ഉറക്കണ്ടേ? അപ്പൊ സച്ചു, സമയം ഒരുപാടായി, നമുക്ക് കിടന്നുറങ്ങണ്ടേ? കിടന്നുറങ്ങണം, ഇതിനെ നോക്കിയിട്ട് സമയം പോണെന്ന് അറിയില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. നമ്മൾ ഹാംസ്റ്ററിന് തീറ്റ എടുക്കാൻ പോവാണ്. ഇതാണ് അവൻ്റെ തീറ്റ, ഇതാണ് അവൻ്റെ ഹെൽത്തി ഫുഡ്. ക്യാറ്റ് ഫുഡാണ് നമ്മൾ കൊടുക്കുക. ഇതാണ് വേഗം എടുക്കും. ഇത് അതിൻ്റെ കൂട്ടിലാണ് ഇട്ടിട്ടുണ്ട്, പൂച്ചകളെ പിടിച്ചിട്ടാണ് കൂട്ടിലിട്ടുള്ളത്. നിറയെ പൂച്ചയാണ്. ആ കൂട്ടിലൊരു കിളിയുണ്ട്, ഡയമണ്ട് ഡവ് ആണ്, അപ്പോൾ സേഫാണ്. അവന് നമുക്ക് തീറ്റ എടുത്താലോ? തീറ്റ എടുക്കുന്നത് കാണിച്ചു തരാം. ഇന്ന് വെള്ളം കുടിക്കണ്ട വെച്ചു. കിളി പറഞ്ഞില്ല കേട്ടോ. തീറ്റ എനിക്കത് കണ്ടോ? ഫുള്ള് അതിന്റെ വായക്ക് വെക്കുകയാണ് ചെയ്യുക. അവന്റെ കൂട്ടുകാരനാണ് എടുത്തിരിക്കുന്നത്. ചൂലൊക്കെ കടിച്ചു പറിച്ചെടുക്കും. കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അത് ഹാപ്പിയാണ്. ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.